ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രമിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവர்கள் ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ വേദ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ വേദയുടെ മനസ്സിലൂടെ ഓടുന്നത് നമ്മുടെ വിക്രമിന്റെ അച്ഛൻ ആഹാരം വേണ്ടാന്ന് പറഞ്ഞ് എണീറ്റൊക്കെ പോയല്ലോ. അപ്പൊ അതൊക്കെ ഓർത്തോണ്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ശ്രീജ വരുന്നത്. ശ്രീജ വന്നിട്ട് ചോദിക്കുക, എന്താ കുട്ടിക്ക് വിഷമമായി പോയോ അച്ഛൻ അങ്ങനെ പറഞ്ഞതും കാണിച്ചതും ഒക്കെ? ഏതായാലും അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പം, ഹേയ് അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ഏടത്തി. അതിപ്പോ എന്റെ അച്ഛനാണെങ്കിലും ഇതിലേറെ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പോകുന്നത്. എന്റെ എന്റെ അച്ഛനെങ്ങാണോ ആണെങ്കിലുണ്ടല്ലോ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേനെ എന്റെ അച്ഛന്റെ സ്വഭാവത്തിന്. പക്ഷെ അങ്ങനെയൊന്നും എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിയൊന്നും വിടുന്നില്ലല്ലോ. എനിക്കറിയാം ഇതൊക്കെ പതുക്കെ മാറൂന്നേ. ഇതൊക്കെ എത്ര ദിവസം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാനാ? എല്ലാവരുടെയും മനസ്സ് ഞാൻ മാറ്റിയെടുക്കും എന്ന് പറഞ്ഞപ്പം വേദയോട് ശ്രീജ പറഞ്ഞു, അതിന് മോളെ കൊണ്ട് സാധിക്കുന്ന എനിക്കറിയാം. മോള് വിഷമിക്കാതിരിക്കുക, എല്ലാം നല്ല രീതിയിൽ ആകും. അങ്ങനെ ഒരു ദിവസം വരും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ മതിയല്ലോ. അപ്പോഴാണ് നമ്മുടെ വേദയ്ക്കൊരു സംശയം. അതെ ശ്രീജേച്ചി, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ റൂമിൽ കയറി നോക്കിയില്ലേ? റൂമിൽ കയറി കഴിഞ്ഞപ്പം ഒരുപാട് സർട്ടിഫിക്കറ്റും ട്രോഫികളും ഒക്കെ ഞാൻ കണ്ടു. അതൊക്കെ വിക്രമിന്റെ തന്നെയല്ലേ? വിക്രമിന്റെ പേരിൽ തന്നെയാണ്. അപ്പൊ അത് വിക്രമിന്റെ തന്നെയാണല്ലോ, വിക്രമേട്ടന്റെ തന്നെയാണല്ലോ. അതെന്താണ് വിക്രമേട്ടൻ കോളേജിലും സ്കൂളുകളിലും ഒക്കെ ഇത്ര നല്ലൊരു സ്റ്റുഡന്റ് ആയിട്ടും എന്താ വിക്രമേട്ടന്റെ ജീവിതത്തിൽ പറ്റിയത്? എന്താ വിക്രത്തിന് പറ്റിയത് എന്നിങ്ങനെ, വിക്രമേട്ടൻ നല്ല വിക്രത്തിന് പറ്റിയത് എന്നിങ്ങനെ ചോദിക്കാണ്. അപ്പോഴത്തേക്കും മോൾ അതൊക്കെ കണ്ടായിരുന്നു അല്ലേ? ദേ മോളെ, ഇന്ന് കാണുന്ന ഈ വിക്രം അല്ലായിരുന്നു പണ്ട് ഞാൻ ഈ വീട്ടിൽ കയറി വന്നപ്പോഴുണ്ടായിരുന്ന വിക്രം. വിക്രം ഒരുപാട് മാറിപ്പോയി. അതെന്താ മാറാനുള്ള കാരണമെന്നാ ഞാൻ ഏടത്തിയോട് ചോദിച്ചത്. അത് പറയാൻ പറ്റുമോ? എന്താ ഏടത്തി, എന്താ പറ്റിയത്? വിക്രമിന് എന്ത് സംഭവിച്ചു? വിക്രം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണല്ലോ, അതുപോലെ സ്പോർട്സും ആർട്സും എല്ലാത്തിനും. അതെ, അവൻ നല്ലൊരു കുട്ടിയായിരുന്നു. വിക്രം നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു, നല്ലൊരു മകനായിരുന്നു, എനിക്ക് നല്ലൊരു അനിയനായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയില്ലേ? അതാ ഞാൻ ഏടത്തിയോട് ചോദിച്ചത്. അതിന്റെ കാരണം എന്താ? എന്താ അച്ഛന് ഇത്രമാത്രം വിക്രത്തിനോട് ദേഷ്യം വരാനുള്ള കാരണം? അത് മോൾക്കറിയാമോ? പണ്ടുണ്ടല്ലോ ഈ അച്ഛന് വിക്രം എന്ന് പറഞ്ഞ ജീവനായിരുന്നു, ജീവന്റെ ജീവൻ. ഒരു പനി വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊരു ഉറുമ്പ് കടിച്ചാൽ വരെ സമാധാനം നഷ്ടപ്പെടുമായിരുന്നു അച്ഛന്റെ. പിന്നെ ഒരു ദിവസം പനിയൊക്കെ വന്ന് ഇവന് വിറച്ച് പനിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്നൊരു ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ. അന്ന് അച്ഛൻ എന്താ ചെയ്തെന്നോ? എന്റെ മകൻ കഴിക്കാത്തത് കൊണ്ട് ഞാൻ എന്റെ മകൻ കഴിക്കുന്ന എപ്പോഴാണോ അപ്പോഴേ ഫുഡ് കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ശപഥം ചെയ്തു. അങ്ങനെ ഒരാഴ്ച മറ്റും അച്ഛൻ പട്ടിണി കിടന്നെന്നാ കേട്ടത്. അതുപോലെ സ്നേഹമായിരുന്നു. പിന്നെ എന്താ ഏടത്തി പറ്റിയത്? ഏടത്തിക്ക് എന്നോട് പറയാൻ പറ്റുമോ? എന്താ സംഭവിച്ചത്? ഇതിനിടയിൽ വിക്രത്തിന് എന്ത് സംഭവിച്ചു? അത് പിന്നെ എല്ലാത്തിനും കാരണം ആ ഒരു ദിവസം എന്നിങ്ങനെ പറയാൻ വന്നതും പെട്ടെന്ന് നമ്മുടെ വിക്രത്തിന്റെ അമ്മ ഇങ്ങോട്ട് കടന്നു വന്നിട്ട്, അതെ ശ്രീജയ്ക്ക് പോയി കിടന്നുറങ്ങാറായില്ലേ? ഇത്രമായില്ലോ, പാതിരാത്രി വരെ എന്തിനാ ഇരിക്കണത്? പോയി കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞു. ഏതായാലും ശ്രീജ അവിടെ നിന്ന് എണീറ്റ് മാറിപ്പോയി കേട്ടോ. നമ്മുടെ വിക്രത്തിനെ കുറിച്ചുള്ള ആ രഹസ്യം എന്താണെന്ന് നമുക്കും കേൾക്കാൻ പറ്റിയില്ല. നമ്മുടെ വേതാളം എന്ന് പറഞ്ഞത് നമ്മുടെ വേദയ്ക്കും കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ ഏതായാലും പിന്നെ കാണിക്കുന്ന നേരം വെളുക്കുന്നു. നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വേദേനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം വേദ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വിക്രമിന്റെ അമ്മ വരികയാണ്. വിക്രത്തിന്റെ അമ്മ വന്നിട്ട്, മോളെ ഇങ്ങ് വന്നേ, മോളെന്താ മാറിപ്പോയി നിൽക്കുന്നത്? മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. മോൾക്ക് ഇവിടെ ഒരു റൂമില്ല അല്ലേ? മോൾക്കൊരു റൂം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മച്ചിലേക്ക് പോകുന്ന വഴിയില്ലേ, അവിടെ ഒരു ചെറിയൊരു റൂമുണ്ട്. ആ റൂം മോൾ എടുത്തോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് മാറി നിന്ന് നന്ദിനി കാണുക. നന്ദിനി ഇത് കണ്ട ഉടനെ, ഓഹോ, അപ്പം അവളെ ഇവിടെ റൂമിൽ കയറ്റി പാർപ്പിക്കാനും തുടങ്ങിയല്ലേ അമ്മ? അമ്മയുടെ സ്വഭാവം മാറുന്നുണ്ട്. ഇത് ശരിയാവില്ലല്ലോ, ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് മാറി നിന്ന് നമ്മുടെ നന്ദിനി. അപ്പൊ വേദ പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞാൻ ഹോളില്, ഹേയ് വേണ്ട, മോള് ഹോളിലൊന്നും കിടക്കണ്ട, മോൾക്കൊരു റൂമാ ഇപ്പൊ അത്യാവശ്യം, മോൾ അവിടെ കിടന്നോ, ഒരു പ്രശ്നവും ഇല്ലാന്ന് പറയുമ്പം, അല്ല അമ്മ എന്നെ മരുമകളായിട്ട് അംഗീകരിച്ചോ? മരുമകളായിട്ട് എങ്ങനെ അംഗീകരിക്കാതിരിക്കും? അതുപോലെയുള്ള പിടിവാശിയാണല്ലോ ഇവിടെ മോള് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്റെ മരുമകളല്ല, മകള് തന്നെയാ. അതെ, എനിക്കും അമ്മയോട് അങ്ങനെയാ പറയാനുള്ളത്. സത്യത്തിലേ എന്റെ മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു എന്നോട്, എനിക്ക് നല്ലൊരു അമ്മായിയമ്മേനെ കിട്ടും, അമ്മേനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു അമ്മായിയമ്മയായിരിക്കുന്നത്. അതുപോലെ തന്നെയാ ദൈവം എനിക്ക് എന്റെ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹമുള്ള ഒരു അമ്മേനെ തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവര് തമ്മിൽ ഭയങ്കര സംസാരവും സ്നേഹപ്രകടനം. ഇത് കണ്ടിട്ട് നന്ദിനിക്ക് സഹിക്കുമോ? നന്ദിനി ചെന്നങ്ങോട്ട് തുടങ്ങിയില്ല, മാറി നിന്നങ്ങോട്ട്
ഇതെന്താ കാണിക്കുന്നത്, ഇത് ഞാൻ നിർത്തിത്തരാം, ഇതങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, ഓഹോ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനിക്കൊക്കെ ഭയങ്കര ദേഷ്യം. ഇവളിവിടുന്ന് ഞാൻ വെളിയിൽ ചാടിക്കാൻ നോക്കുമ്പോൾ ഇവിടെ അകത്ത് കയറ്റി പിടിച്ചിരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവക്ക് ഈ വീട്ടിൽ വലിയൊരു സ്ഥാനം കാണും. ഇവളെ ഞാൻ എങ്ങനെ ഇവിടുന്ന് പറഞ്ഞയക്കണം എന്ന് ഞാൻ നോക്കാന്ന് പറഞ്ഞ് നേരെ വിളിക്കുന്ന ആരെയാ, നമ്മുടെ സോറി കമലയല്ലാട്ടോ, രാധയാണെങ്കിൽ ഓട്ടോയൊക്കെ ഓടിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുകയാണ്. രാധയുടെ കാര്യം അറിയാലോ. അപ്പൊ രാധയുടെ അമ്മയുണ്ട്. രാധയുടെ അമ്മ പറഞ്ഞു, ഇന്നെങ്കിലും നീ റേഷൻ മേടിച്ചോണ്ട് വരണം കേട്ടോ മോളേന്ന്. അപ്പൊ രാധ പറഞ്ഞു, അമ്മേ റേഷൻ മേടിക്കാൻ അച്ഛനെ പറഞ്ഞു വിടത്തില്ലേ, ഇപ്പൊ ഞാൻ തന്നെ പോയി റേഷൻ മേടിച്ചോണ്ട് വരണം എന്നുണ്ടോ? ബെസ്റ്റ്, നിന്റെ അമ്മയോട് ഒരു കുപ്പി മേടിച്ചോണ്ട് വരാൻ പറ നിന്റെ അച്ഛനോട്, എങ്കില് ഒരു കുപ്പി മേടിച്ചോണ്ട് വരും, പക്ഷെ റേഷൻ മേടിച്ചോണ്ടൊന്നും വരില്ല. അപ്പോഴത്തേക്ക് നമ്മളെ രാധ നോക്കുമ്പോ രാധയുടെ അച്ഛൻ അവിടെ നിന്ന് നെക്കം വെട്ടിയിട്ട് ഇതൊന്നും അറിയുന്നു പോലുമില്ല. അപ്പോഴത്തേക്ക് രാധ ഇങ്ങനെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്ന് പോവാണ്. അപ്പൊ ഇതിനിടയ്ക്കാണ് നമ്മുടെ രാധേനെ ആര് വിളിക്കുന്നത്, നന്ദിനി വിളിച്ചിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുക. രാധേ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, ഇവിടെ മരുമകളെ അംഗീകരിച്ചു തുടങ്ങി. ഇങ്ങനെ പോയിട്ടുണ്ടേ നിന്റെ സ്ഥാനം ഇവിടെ നിന്ന് ഔട്ടാവുന്ന് കൂട്ടിക്കൊണ്ടാ മതി. അവളാണെങ്കിലുണ്ടല്ലോ അമ്മേനെ എടുത്ത് തലയെ കയറ്റി വെച്ചിരിക്കുക, അമ്മ അവളെ എടുത്ത് തോളത്തും കയറ്റിയും വെച്ചിരിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടുത്തെ മരുമകളല്ല, ഉടനെ വിക്രത്തിന്റെ ഭാര്യയാകാനുള്ള ചാൻസ് ഉണ്ട്. അവനും അംഗീകരിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ രാധേ, അറിയാലോ നിന്റെ സ്ഥാനം ഈ വീടിന് വെളിയിലായിരിക്കും. ഈ നന്ദിനി ചേച്ചി നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്ന, അത് നീ മറക്കരുത്. അല്ലാതെ വഴക്കുണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും അല്ല. അവൾ ഈ വീട്ടിൽ അല്ലെങ്കിൽ താമസിച്ചിട്ട് എന്തിനാ? നീ പിന്നെ ഓർത്തോണം, അവൾക്ക് നല്ലൊരു വീടുണ്ട്, അതുപോലെ ഒത്തിരി പണമുണ്ട്. വിക്രം അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആർക്കാ? വിക്രത്തിനുള്ളതല്ലേ. പിന്നെ വേറെ എല്ലാ അപേക്ഷിച്ച് നിന്നെക്കാൾ സൗന്ദര്യവും ഉണ്ട്. അപ്പൊ രാധ, സൗന്ദര്യോ? നന്ദിനി ചേച്ചി എന്താ പറയുന്നത്? എന്നെക്കാളും സൗന്ദര്യോ? എന്താ നിന്നെക്കാളും സൗന്ദര്യമില്ലേ? എന്റെ പൊന്നു പെങ്കൊച്ചെ, നീ എത്രയും പെട്ടെന്ന് വിക്രത്തിനെ കണ്ട് ഇവളെ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ലാസ്റ്റ് നിനക്ക് ഇങ്ങോട്ടേക്ക് കയറാനുള്ള ചാൻസ് ഇല്ലാതായി പോകും. നീ ഇത്രയും നാള് വിക്രത്തിന്റെ പുറകെ നടന്നതും വെറുതെ ആയി പോകുന്നു പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനി ഫോൺ കട്ട് ചെയ്തു. എന്തൊരാശ്വാസം, ഇനി ഏതായാലും അവൾ ഇളക്കിക്കോളും വിക്രത്തിനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി അങ്ങ് മാറിപ്പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിക്രത്തിനെ തന്നെയാണ്. അപ്പം വിക്രമാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പം വിക്രത്തിനോട് കൂട്ടുകാരൊക്കെ പറയണം, എടാ നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നീ ഒരു കാര്യം ഓർക്കണം, നിനക്ക് ബാധ്യത കൂടി, ഒരു ഭാര്യയായി കുടുംബമായി നീ ചിന്തിക്കണം. നിനക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അവരുടെ ഒരു കമ്പനി കയറിയാൽ മതിയല്ലോ, നിനക്ക് നല്ല ശമ്പളവും കിട്ടും, നിനക്ക് നന്നായിട്ട് ജീവിക്കുകയും ചെയ്യാം. എന്താ പറഞ്ഞിട്ടില്ല, നിനക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ കൂട്ടുകാരന്മാർ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് പറ. നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഇരിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണോ? ഞാൻ ഇവിടെ നിന്ന് മാറിത്തരാം, അല്ലാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുതെന്നൊക്കെ പറയാണ്. അപ്പം കൂടെ നിന്ന് ഒരാൾ പറയുന്നുണ്ട്, ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ നീ മനസ്സിലാക്കി ഞാൻ പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടിയല്ല പറയുന്നത്, ആർക്ക് വേണ്ടി ഒന്നും പറയണ്ട, വീട്ടിൽ സമാധാനമില്ല, വേതാളം ഉണ്ട് അവിടെ, ഇവിടെ വന്നപ്പോ അതിലും സമാധാനമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പൊ നമ്മുടെ രാധ വരികയാണ് കേട്ടോ. രാധ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ സീൻ കോൺട്രയാകുക. രാധ വരുന്നത് എന്തിനാ? നമ്മുടെ വിക്രത്തിനെ കാണാനും വേദന അവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറയാനും. അപ്പൊ ഇതിനിടയിൽ വേറൊരു സീൻ കാണിക്കുന്നുണ്ടേ. അത് വേറൊന്നുമല്ല, നമ്മുടെ നന്ദിനിയുടെ ഭർത്താവ് നമ്മുടെ ആരെയാ, വേദയുടെ ആങ്ങളേനെ കാണാൻ പോകുന്നുണ്ട്. ആങ്ങളെ വിളിച്ചിട്ടാണ് ചെല്ലുന്നത് നന്ദിനിയുടെ ഭർത്താവ്. അത് വേറൊന്നിനുമല്ല, കുനിപ്പ് വെക്കാൻ തന്നെയാണ്. അപ്പം നമ്മുടെ നന്ദിനിയുടെ ഭർത്താവിന് കുറെ ഓഫർ കൊടുക്കുകയാണ് വേദയുടെ ആങ്ങള. നിങ്ങൾക്ക് അറിയാലോ, ശ്രീകാന്ത്. അപ്പൊ ശ്രീകാന്ത് വർഷമുണ്ട് കേട്ടോ. അപ്പൊ രണ്ടുപേരും കൂടെ ചെന്ന് കുറച്ച് ഓഫേഴ്സ് ഒക്കെ കൊടുക്കുകയാണ്. 5 ലക്ഷം രൂപ തരാം, പിന്നെ വേറെ എവിടെയോ ട്രിപ്പിനൊക്കെ പോകാനുള്ള ഇതൊക്കെ കൊടുക്കുകയാണ്. ഏതായാലും ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ നമ്മുടെ നന്ദിനിയുടെ ഭർത്താവിന് പൈസ എന്ന് പറഞ്ഞാൽ അങ്ങ് ആക്രാന്തമാണല്ലോ. അങ്ങനെ വേദേനെ അവിടുന്ന് എന്തോ രീതിയിൽ വെളി ചാടിക്കാനുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അത് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേൾപ്പിക്കണത്, നമ്മളെ കേൾപ്പിക്കണല്ല, മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്കും അറിയില്ല, എന്തോ ഒരു കുരുട്ടുകുത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമ്മുടെ നന്ദിനിയുടെ ഭർത്താവ് വീട്ടിൽ വന്നു കഴിഞ്ഞ് എല്ലാവരുമായിട്ട് ഗോവയ്ക്ക് ഒരു ട്രിപ്പൊക്കെ പോകാൻ എല്ലാവരും റെഡിയായിക്കോ, എനിക്ക് നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട്, ഉടനെ തന്നെ ട്രിപ്പിന് പോകണം എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും നന്ദിനി ചോദിച്ചു, നിങ്ങൾക്ക് എന്നാ ഭ്രാന്താണോ കയ്യിലിരിക്കുന്ന പൈസ എടുത്തോണ്ട് പോകാന്? അയ്യേ, ഇത് എന്റെ കയ്യിൽ നിന്നല്ല, ഞാനൊരു ഡീല് ചെയ്തപ്പോൾ, ഞാൻ ഡീൽ ഒരെണ്ണം ഉറപ്പിച്ചപ്പോ എനിക്ക് അവർ ഓഫർ തന്നതാ, പ്ലെയിനിലാ പോകേണ്ടത്, പ്ലെയിനില് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അച്ഛനെയും അതുപോലെ തന്നെ അമ്മയെയും ആ വീട്ടിലുള്ള എല്ലാവരെയും ഗോവയ്ക്ക് ട്രിപ്പിന് കൊണ്ടുപോകാന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിനിടയിൽ വേദയുടെ കാര്യം ചോദിക്കുകയാണ്.
ഇപ്പൊ വേദമോളെയും കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവളെ കൊണ്ടുപോകേണ്ട കാര്യം എന്താ, അവൾ ഈ വീട്ടിലെ മരുമകളല്ലല്ലോ, അതുമല്ല അവളുണ്ടെങ്കിൽ അച്ഛൻ വരത്തില്ല, അതുകൊണ്ട് അവൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മുടെ വിക്രത്തിന്റെ അച്ഛന് ദേഷ്യം വന്നിട്ട് നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോ, ഞാനൊരു ഗോവ ട്രിപ്പിനും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പുള്ളിക്കാരനും അങ്ങ് മാറിപ്പോവുകയാണ് കേട്ടോ. നമ്മുടെ നന്ദിനിയുടെ ഭർത്താവിന്റെ സ്വഭാവം അറിയാമല്ലോ, ഈ പുള്ളിക്കാരന്, ഏത് പുള്ളിക്കാരന്, നമ്മുടെ വിക്രത്തിന്റെ അച്ഛന്. അതിൽ ഈ സീനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ രാധ നേരെ വിക്രത്തിനെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. വിക്രത്തിനെ കാണാൻ വേണ്ടി ചെന്നിട്ട്, അതെ വിക്രം അവളെ വീടിനകത്ത് കയറ്റി വെച്ചേക്കാന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. വിക്രട്ട ഒരു കാര്യം ചെയ്യണം, അവളെ വീടിനകത്ത് നിന്ന് ഇറക്കി വിട്ടോണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനങ്ങ് ചാകുന്നു പറഞ്ഞ് ഉളിയൊക്കെ എടുത്ത് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ വെക്കാണ് കേട്ടോ. ഉളി എടുത്ത് കഴുത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പേടിച്ചിട്ട് പോയിട്ടോ. കൂട്ടുകാരന്മാരൊക്കെ എന്താ കൊച്ചി കാണിക്കുന്നത് നീന്ന് ചോദിച്ചപ്പോ ഞാൻ ചാവും മാത്രമല്ല ഞാൻ ഇവനെയും കൊല്ലുന്നു പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല്. അപ്പോഴത്തേക്കും പെട്ടെന്ന് വിക്രം ആ ഉളി കയറി പിടിച്ചിട്ട്, കൊല്ലടി, എന്നെ അങ്ങ് കൊല്ലടി, അല്ലെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കാനേ അത്രയ്ക്ക് കൊതിയൊന്നുമില്ല, എന്നെ അങ്ങോട്ട് കൊല്ലാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.